മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കമ്പനിയാണ് എക്സാലോജിക് സൊല്യൂഷൻ. അതിലേക്ക് 1,72,00,000 രൂപ CMRL അയച്ചു കൊടുത്തു. അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം. എന്തിനയച്ചു കൊടുത്തു, എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിക്ക് CMRലുമായിട്ടുള്ള ബന്ധം, എന്ത് സർവീസാണ് അവർ കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം പത്രവാർത്തകൾ നമ്മൾ കണ്ടു. 1,72,00,000 രൂപ അയച്ചു കൊടുത്തതിന് തെളിവുകളും വന്നു. അതിനെ സംബന്ധിക്കുന്ന അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ എക്സാലോജിക്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത് അവിടെ അടയ്ക്കാനുള്ള തുക അടച്ചു എന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം വേണം. CMRലും അതുപോലെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടെന്ത് എന്ന് പറഞ്ഞ ഒരു ഹർജി കേരള ഹൈക്കോടതിയിലെ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ കൊടുത്തിരുന്നു. അതിനൊരു ഉപഹർജിയായിട്ട് കഴിഞ്ഞ ദിവസവും ഒരെണ്ണം കൊടുത്തതിനകത്ത് അബുദാബിയിലെ അവിടുത്തെ ഒരു ബാങ്കില് വീണ വിജയന് അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലേക്ക് പല കമ്പനികളും പൈസ അല്ലെങ്കിൽ പണം അടയ്ക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ്. അതാണ് ഉപഹർജിയിൽ ഇപ്പം കൊടുത്തിരിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജിന്റെ ഒരു പത്രസമ്മേളനം ഇപ്പം നടക്കുകയുണ്ടായി. എക്സാലോജിക് കമ്പനിക്ക് പണം അയച്ചവര് PwC, അതുപോലെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, അതുപോലെ തന്നെ CMRL, SNC ലാവലിൻ. SNC ലാവലിൻ നേരത്തെ മുതൽ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് ചേർത്ത് അതിനൊരു കേസും ഉണ്ട്. ആ കമ്പനിയും PwCയും പ്രൈസ് വാട്ടർ കൂപ്പറും CMRലും വിദേശത്തുള്ള വീണ വിജയന്റെ കമ്പനിയിലേക്ക് പണം അയച്ചതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. അത് വളരെ ഒരു സീരിയസ് ആയ പ്രശ്നമായിട്ട് ഡെവലപ്പ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടെ എക്സാലോജിക്കിനൊരു അക്കൗണ്ട് ഉണ്ട്. വീണ വിജയന്റെ തന്നെ മീഡിയ സിറ്റി എന്നൊരു കമ്പനിക്കും അക്കൗണ്ട് ഉണ്ട്. ഈ കമ്പനികളുടെ അക്കൗണ്ടിലേക്കാണ് SNC ലാവലും PwCയും CMRലും ഒക്കെ പണം അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ തെളിവുകളുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിച്ചു എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞ് അത് കണക്കാക്കി അതുകൂടെ ചേർത്താണ് ഉപഹർജി കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശത്തുള്ള ഈ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത്? അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഒരു മന്ത്രിയാണ്. അവർ ഇത്രയും ഭരണഘടനാപരമായ പൊസിഷനിൽ ഇരിക്കുന്നവര് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയണം. അവരുടെ പേരിൽ വിദേശത്തെ അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് പണം വരുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒത്തിരിയധികം ഏജൻസികൾ ഇപ്പോൾ ഉണ്ട്. അവരെല്ലാം ഇത് പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ട്. നേരത്തെ ഉള്ള 2-3 ഏജൻസികളുടെ അന്വേഷണമെല്ലാം അവരിപ്പം കൈമാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പണത്തിന്റെ ഡീറ്റെയിൽസ് കുറെയൊക്കെ അവർ എടുത്തു എന്നാണ് കരുതുന്നത്. എങ്കിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഷോൺ ജോർജ് കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയത്. അത് അവിടുന്ന് മാറി ഇപ്പോൾ അത് ഈ കള്ളപ്പണങ്ങൾ പലതും അവിടെ വന്നതായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് ആ കേസുകളുടെ എല്ലാ അന്വേഷണം കൈമാറി എന്നാണ്. അതൊരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേന്ദ്രത്തിലെ ഇതുപോലെയുള്ള കള്ളപ്പണം വിദേശത്തേക്ക് അയക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഇവരുടെ ഇന്ത്യക്കാരുടെ വിദേശത്തുള്ള പല അക്കൗണ്ടിലേക്ക് ഏതൊക്കെ രീതിയിലാണ് പണം വരുന്നത്, അതിന്റെ സോഴ്സ് എന്ത്, എന്തിനു കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്കാരുടെ പേരിൽ എവിടെയുണ്ടെങ്കിലും ശരി, ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ശരി, ഇന്ത്യയിലായാലും ശരി, അതേപ്പറ്റി അന്വേഷിക്കുന്ന ഒരു ഏജൻസി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. മറ്റ് ED ഉൾപ്പെടെയുള്ള പല അന്വേഷണങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ചെറിയ ബലം കുറഞ്ഞ ചില ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷിച്ച വിവരങ്ങളെല്ലാം കൂടെ ചേർത്ത് അതിപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഒറ്റ ഏജൻസി മാത്രമാണ് ഇപ്പം അന്വേഷണം നടത്തുന്നത്. അവരുടെ കണ്ടെത്തലുകൾ ചിലത് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് തന്നെയുമല്ല, മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ആ
SNC ലാവ്ലിൻ കേസിന്റെ ആ ഒരു അന്വേഷണത്തിനെ സംബന്ധിക്കുന്ന കോടതിയിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്ന സുപ്രീം കോടതിയിൽ ആ കേസ് 38 തവണ മാറ്റിവെച്ചതാണ്. അതേ കമ്പനി ഇപ്പോഴും ബന്ധം തുടരുന്നു എന്ന്, ആ കമ്പനി ഇപ്പോഴും പണം കൊടുക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇനിയുള്ള അന്വേഷണം ഇത്രയും നാളും പിടിച്ചു നിന്നെങ്കിലും ഇനിയുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിലേക്ക് പോകും. അത് വളരെ വിനാശകരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കേസിൽ നേരത്തെ കോടതി കൊടുത്ത ഹർജിയുടെ ഉപഹർജിയായിട്ടാണ് ഷോൺ ജോർജ് ഇപ്പം ഫയൽ ചെയ്തിരിക്കുന്നതിനകത്ത് വളരെയധികം വിവരങ്ങൾ അബുദാബിയിലെ എക്സാലോയ്ക്കും അതുപോലെ അവരുടെ 2 അക്കൗണ്ടിലേക്കുള്ള പണ ഇടപാടുകളെ പറ്റിയും കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് നടന്നു കഴിയുകയും ചെയ്തു. രജിസ്ട്രാർ ഓഫ് കമ്പനിയാണ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജിന്റെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. അദ്ദേഹം ഇവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ആ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ പരാതിക്കകത്ത് എക്സാലോജിക്കിനും CMRNനും സംസ്ഥാന വ്യവസായ വകുപ്പ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും നോട്ടീസ് അയക്കുകയും ചെയ്തതായിട്ടുണ്ട്. ഇതിനൊരു ഇന്റീരിയർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് വരികയുണ്ടായി. അതിൽ പൊതുവെ നമ്മൾ നോക്കുമ്പം പല ഏജൻസികൾ അന്വേഷിച്ചതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഒരൊറ്റ ഏജൻസി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതുപോലെ ഈ PwC പ്രൊഫഷൻ, അവരെ നമുക്കറിയാം, പ്രൊഫഷണൽ സർവീസാണ് അവർ സാധാരണ ലോകം മുഴുവൻ ചെയ്യുന്നത്. PwC, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഏകദേശം 151 രാജ്യങ്ങളിലേക്ക് അവർ ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ കൂടെയാണ് നമ്മുടെ കേരളത്തിലും ചില ആൾക്കാരെ സർക്കാർ ലെവലിലെ പോസ്റ്റ് ചെയ്തും അത് വളരെ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 151 രാജ്യങ്ങളിലെ ഏകദേശം 34 ലക്ഷത്തോളം, 1,34,000 ആൾക്കാരോളം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും വലിയൊരു കമ്പനിയുമായിട്ട് ചില കിക്ക് ബാക്സുകൾ ഇവിടെ കേരളത്തിലും ഉണ്ടായി. അത് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളെ പേരിൽ നടപടി എടുക്കുകയും അതിനകത്ത് വിവാദ നായിക ഒരാളുണ്ട്. അവരന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പുതിയ വെളിച്ചത്തിൽ അതെല്ലാം സത്യമായിരിക്കുന്നു എന്ന്, വിദേശ രാജ്യങ്ങളിൽ പല ഇടപാടുകളുണ്ടെന്നും അക്കൗണ്ട് ഉണ്ടെന്നും ഒക്കെ അന്ന് ആ വിവാദ നായിക പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്ന പോലെ തോന്നുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ആ കേസുകൾ കടുപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.